റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പുനഃസംഘടനാ ചർച്ചകൾ സജീവമാക്കുന്നു KPCC നേതൃത്വം. മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടി നിലവിലെ ഭാരവാഹികളെ നിലനിർത്തണമെന്നാണ് ആവശ്യം. ഈ മാസം അവസാനം പട്ടിക തയ്യാറാക്കാനാണ് ശ്രമം. 10 DCC അധ്യക്ഷന്മാരെ മാറ്റിയേക്കും. ഋഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഋഷിപാൽ, KPCC അധ്യക്ഷനെ മാറ്റി, പക്ഷേ ഇപ്പോഴും DCCമാരെ മാറ്റിയിട്ടില്ല. DCCമാർക്ക് കൂടുതൽ അധികാരം കൊടുത്തുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് വരേണ്ടതെന്ന് അഹമ്മദാബാദിൽ നേരത്തെ തീരുമാനിച്ചിരുന്നു. ആ കാര്യങ്ങളൊന്നും കേരളത്തിൽ നടപ്പിലായില്ല. 10 DCCമാരെ മാറ്റുമ്പോൾ കണ്ണൂർ DCC അധ്യക്ഷനെ അടക്കം മാറ്റേണ്ടി വരും. അത് വീണ്ടും ഒരു ചർച്ചയാകാനുള്ള സാധ്യതയുള്ളൂ. ഋഷിപാൽ, അരുൺകുമാർ, KPCC നേതൃത്വം ചുമതലയേറ്റതിനു ശേഷം പുനഃസംഘടന പൂർത്തിയാക്കാനുള്ള തിരക്കട്ട നീക്കമുണ്ട്. എത്രയും പെട്ടെന്ന് പുനഃസംഘടന പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് വരികയും ചെയ്തു. ഏതായാലും നേതാക്കൾ ആശയവിനിമയം തുടങ്ങിക്കഴിഞ്ഞു. പ്രധാനപ്പെട്ട നേതാക്കളുമായി ആശയവിനിമയം നടത്തി ഒരു പ്രാഥമിക പട്ടിക തയ്യാറാക്കി ഹൈക്കമാൻഡിന് സമർപ്പിക്കണമെന്ന നിർദ്ദേശമാണ്. അത് ജംബോ കമ്മിറ്റി ഒഴിവാക്കാനുള്ള നീക്കമടക്കമുണ്ട്. അതിനിടയിൽ തന്നെ നേരത്തെ തീരുമാനിച്ചാണ് DCC പുനഃസംഘടന. പക്ഷേ പദവി ഒഴിഞ്ഞതിന് പിന്നാലെ KPCC അധ്യക്ഷനായിരുന്ന K. സുധാകരൻ കണ്ണൂർ DCC അധ്യക്ഷനെ മാറ്റുന്നതിന് വിയോജിപ്പ് പ്രകടിപ്പിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. നേരത്തെ 10 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ അധ്യക്ഷന്മാരെ മാറ്റാനാണ് നേതൃത്വം ആലോചിച്ചത്. അതിൽ കണ്ണൂരും ഉണ്ടായിരുന്നു. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, എറണാകുളം ഒഴികെയുള്ള എല്ലാ ജില്ലാ കമ്മിറ്റികളും പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കാനായിരുന്നു തീരുമാനം. പക്ഷേ K. സുധാകരൻ എതിർപ്പുയർത്തിയ സാഹചര്യത്തിൽ ഇനി പുനഃസംഘടന വൈകുമോ എന്ന ഒരു സംശയമുണ്ട്. എന്നാൽ പോലും KPCCയുടെ മറ്റു ഭാരവാഹികളെ ട്രഷറർ വേണം, അതുപുറമെ ജനറൽ സെക്രട്ടറിമാർ വേണം, ഉപാധ്യക്ഷന്മാർ വേണം. അങ്ങനെയുള്ള കമ്മിറ്റി പൂർത്തിയാക്കണം. 40 അംഗ കമ്മിറ്റിയാണ് നേരത്തെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഒരു ധാരണയായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇനിയും 36 പേരെ കൂടെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടി വരും. അതിൽ 5 ഉപാധ്യക്ഷന്മാരും 30 ജനറൽ സെക്രട്ടറിമാർ എന്ന നിലയിൽ ആണ് ആലോചിക്കുന്നത്. ഏതായാലും അതിന്റെ ചർച്ചകൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിദേശത്താണ്. അദ്ദേഹം തിരിച്ചെത്തി കഴിഞ്ഞാൽ ചർച്ച പൂർത്തിയായി പ്രാഥമിക പട്ടിക തയ്യാറാക്കി നൽകുമെന്നാണ് നേതാക്കൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. താങ്ക് യു. ഋഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. DCC അധ്യക്ഷന്മാരെ 10 പേരെയാണ് മാറ്റേണ്ടത്. അപ്പോൾ പുനഃസംഘടനയെക്കുറിച്ച് ഇപ്പോൾ തീരുമാനമാകുന്നു. ഈ മാസം അവസാനം പട്ടിക തയ്യാറാക്കാനാണ് ശ്രമം. 10 DCC അധ്യക്ഷന്മാരെയാണ് മാറ്റുക. അതിൽ കണ്ണൂരും ഉൾപ്പെടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കണ്ണൂരുണ്ടാവുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.